ഇത് സ്നോ വീണിട്ട് മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ശ്രദ്ധിച്ചു പോണം, ബ്ലാക്ക് ഐസ് ഒക്കെ ഉണ്ടാവും. നമ്മുടെ വണ്ടി വെറുതെ. ഞാൻ ഇപ്പൊ ഒരു ഗ്രാമത്തിലാണുള്ളത്. ഇത് ടനോട്ട എന്ന് പറഞ്ഞ ഗ്രാമമാണ്. ഈ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. ഈ വീട്ടില് എത്ര റൂം ഉണ്ട് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? ഇതാണ് ഹേമുബയ്യയുടെ മമ്മി, ഇത് ഹേമുബയ്യയുടെ ബയ്യ ഇവിടെ ഇരിക്കുകയാണ്. ഇവിടെ നിന്നാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുക. ഇതാണ് ഞങ്ങളുടെ ബാബിജി, ഗുഡി ബാബിജി. ഇതാണ് ഭക്ഷണം കഴിക്കാൻ നിൽക്കാണ്. ഒരു കുടുംബത്തിന്റെ കൂടെ ഇന്നാണ് ഭക്ഷണം കഴിക്കണേ. ഇതിന്റെ ഒരു ചരിത്രം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ചെറിയ വിരൽ വെച്ച് ഇത് ഉന്തിക്കഴിഞ്ഞാൽ ഇത് അളകും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മനസ്സ് പോസിറ്റീവ് ആണെങ്കിൽ ഈ ചെറുവിരൽ വെച്ച് ഇങ്ങനെ ഉന്തിക്കഴിഞ്ഞാൽ ഇത് ഇളകും. അല്ലാതെ ഇതിനെ ദൈവമായിട്ട് ആൾക്കാർ കാണുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിലൊന്നുമില്ല. അതെന്താ വെച്ചാൽ ഇങ്ങനെ പ്രഷർ പിടിക്കുമ്പോൾ ആവുന്നില്ല. ഇങ്ങനെ ചെറുതായിട്ട് എന്തോ ആക്കുമ്പോൾ എന്തോ സംഭവം ഉണ്ടോ, അത് നമുക്ക് മൈൻഡിൽ തോന്നണമെന്നാവാം. വെൽക്കം ടു ലിഫി വ്ളോഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ചാലിക്കുടിക്കാരൻ. അപ്പം മണാലിയിൽ നിന്ന് നമ്മളിപ്പോൾ ഇറങ്ങാൻ പോവാണ്. നമ്മളിപ്പോൾ ഒരു വില്ലേജിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ നേരെ കുളു പോകണം. കുളു പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാം. നമ്മൾ താമസിച്ച റൂമാണ് കേട്ടോ. കിട്ടിയില്ല റൂമാണ്. നല്ല അടിപൊളി സ്റ്റേ ആയിരുന്നു, ഒന്നും പറയാനില്ല. ഇപ്പൊ രാവിലെ തന്നെ 7 മണിയായിട്ടോ. തണുപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ചൂടാ. അതാരുടെ പതച്ചു പിടിക്കണേ. അവിടെ നല്ല രീതിയിൽ സ്നോഫാളും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മുടെ ബസ് ഇവിടെ വരുന്നുണ്ട്. കുളു കുളു കുളു. നമ്മളിപ്പോ പ്രീണിയിലാണ് താമസിക്കുന്നത്. പ്രീണി ടു കുളു. ആൺപിള്ളേർക്ക് 85, ലേഡീസിന് 44. 50% കൺസെഷൻ ഉണ്ട് കേട്ടോ. നമ്മള് ഇവൻ ചെറിയ പയ്യനായിരുന്നു കേട്ടോ ഞാൻ കാണുന്ന സമയത്ത്. ഇപ്പൊ ആള് വലുതായി. നമ്മള് ഹർഭജന്റെ അടുത്തേക്ക് പോവാ. ഹർഭജൻ ആരാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഏത് ഗ്രാമത്തിലേക്ക് പോകണമെന്നാണെന്ന് പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ ഹർഭജൻ. ഇത് ഗംഗാദേവി. ഹലോ ബഡിയ, ഹേ മേരാ വൈഫ്. ഇതാണ് ഹർഭജൻ. ഞാൻ ഈ ഓണത്തിന് ഹേമുബയ്യയുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു സേവ് ദ ഡേറ്റ് എടുക്കാൻ എൻ്റെ കസിൻ്റെ കൂടെ. അപ്പൊ ഞാനിപ്പോ പോകുന്നത് ഹേമുബയ്യയുടെ അടുത്തേക്കാണ്. ഹേമുബയ്യും ഞാൻ തമ്മിലുള്ള ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2019 ഞാൻ ഷിമിലയിൽ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ റൂമിലാണ് താമസിച്ചിരുന്നത്. അദ്ദേഹത്തിന് എന്നെ അറിയും പോലും ഉണ്ടായിരുന്നില്ല. ഞാൻ സ്ട്രേഞ്ചർ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫ്രണ്ട്സ് ആയതാണ്. ഇത്ര വർഷത്തെ ബന്ധമാണെന്ന് അറിയാം. അപ്പൊ ഞാൻ ആളുടെ ഗ്രാമത്തിലേക്ക് പോയിട്ടുണ്ട്. ആ ഗ്രാമത്തിലുള്ള ആൾക്കാരാണ് ഈ പുള്ളിക്കാരിയും ആളുടെ അമ്മയാണ് കേട്ടോ. ഇതെന്റെ ഭാര്യ കുറച്ചുകൂടി ഇരിക്കുന്നു. അപ്പൊ എന്റെ വൈഫിന് ആ ഗ്രാമം കാണിക്കണം എന്ന് എനിക്ക് തോന്നി. പിന്നെ ഞാൻ യാത്ര ചെയ്ത വഴികൾ എന്റെ ഭാര്യക്ക് കാണിച്ചു കൊടുക്കുമ്പോ എനിക്ക് പ്രത്യേക ഒരു സുഖമാണല്ലോ. കണ്ട ഈ വണ്ടിയിൽ ഇരിക്കണ കണ്ടില്ലേ? ഞങ്ങൾ 3 പേരും ആണ് ഫ്രണ്ടിൽ ഇരിക്കുന്നത്. ഇവിടെ ഇങ്ങനെയാണ്. ഇവിടെ ഈ ബൊലോറയ്ക്ക് ഇടിച്ച് പൊള്ളിച്ച്, അതായത് ആൾക്കാരെ എത്ര പേടൊക്കെ കയറ്റിയിട്ടാണ് ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ. അപ്പൊ വണ്ടി പോകുന്ന വഴി നിർത്തിയേക്കാണ്ട് വേറെ ഒന്നും കൊണ്ടൊന്നുമില്ല. അമ്മൂമ്മ വണ്ടിയിൽ വെച്ച് വാള് വെച്ചു. അപ്പൊ അമ്മൂമ്മയെ സഹായിക്കാൻ വേണ്ടിട്ട് കോയി പറഞ്ഞേ റെസ്റ്റ് കറോ റെസ്റ്റ്. പോകുന്ന വഴി മൊത്തം ഇങ്ങനെ ഉണ്ടോ അലച്ചിലുകളാണ്. അങ്ങനെ നമ്മള് ഒരു സ്ഥലത്ത് എത്തിയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുന്ന വഴിയുള്ള റൂട്ട് മൊത്തം കാണും. എന്ത് ഡേഞ്ചർ റൂട്ടാന്ന് പറയുക. ഒരു ചെറിയ റൂട്ട്, ഒരു ലോക്കൽ ഏരിയ കൂടിയാണ് നമ്മളിങ്ങനെ വന്നേക്കണേ. ഇവരൊക്കെ അവസ്ഥയ്ക്ക് എന്ത് ബുദ്ധിമുട്ടാണെന്ന് പറയാം. ഭക്ഷണം കാര്യങ്ങളെല്ലാം കഴിച്ചു കഴിഞ്ഞു. നമ്മൾ നേരെ പോവാണ്. ഇനി ഒരു 3 മണിക്കൂർ യാത്ര ഉണ്ട് കേട്ടോ. ടോട്ടലി ഒരു 5-6 മണിക്കൂർ യാത്രയാണ്. ഇത് ഗംഗാദേവിജി എൻ്റെ ഭാര്യനെ ദത്തെടുത്തു എന്ന് തോന്നുന്നുണ്ട്. ഭയങ്കരമായിട്ട് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് തനേഷ്, ഇത് ഹർഭജൻ. തനേഷ് ഗംഗാദേവിജിയുടെ മോനാണ്. ഹർഭജൻ ടനോട്ട വില്ലേജിലെ ഫേമസ് ഡ്രൈവറാണ്. ഇവിടെ പോകുന്ന വഴിയുള്ള കടകളൊക്കെ കണ്ടോ. ഇവിടെ പിള്ളേർ കാര്യങ്ങളെല്ലാം ഉണ്ട്. സ്കൂള് അടിയിലാണ്. വരുന്ന വഴി ഒരു റോക്കിന്റെ അവിടെ നിർത്തിയിട്ടുണ്ട്. അതായത് പാണ്ഡവയുടെ റോക്കാണെന്നാ പറയുന്നത്. ഇതിന്റെ ഒരു ചരിത്രം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ചെറിയ വിരൽ വെച്ച് ഇത് ഉന്തിക്കഴിഞ്ഞാൽ ഇത് അളകും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മനസ്സ് പോസിറ്റീവ് ആണെങ്കിൽ ഈ ചെറുവിരൽ വെച്ച് ഇങ്ങനെ ഉന്തിക്കഴിഞ്ഞാൽ ഇത് ഇളകും. നമ്മുടെ മനസ്സ് നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ ചെറുവിരലോ കൈ വെച്ച് ഉന്തിയാലും ഇളകില്ല എന്നാണ് പറയണേ. അതാണ് ഇതിൻ്റെ ഒരു കാര്യം. ഇതൊരു വിശ്വാസമാണ്. ഞാൻ ഈ ചെറുവിരൽ വെച്ചൊന്ന് ഇളക്കി നോക്കാം. എന്റെ കൈ ഇതാണ് മാത്രമേ ഉള്ളൂ.
No, Nifim Road no power. Stay. ബലം പിടിക്കണ്ടാന്ന്. Yeah. You see. അനങ്ങീന്ന്. അനങ്ങണ്ട്. സംഭവം ഇതൊന്നല്ല, ഇതിലെന്തൊരു സയന്റിഫിക് സാധനം ഉണ്ട്. അല്ലാതെ ഇതിനെ ദൈവമായിട്ട് ആൾക്കാർ കാണുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിലൊന്നുമില്ല. അതെന്താ വെച്ചാൽ ഇങ്ങനെ പ്രഷർ പിടിക്കുമ്പോൾ ആവുന്നില്ല. ഇങ്ങനെ ചെറുതായിട്ട് എന്തോ ആക്കുമ്പോൾ എന്തോ സംഭവം ഉണ്ടോ, അത് നമുക്ക് മൈൻഡിൽ തോന്നണതാവാം. മേ ബി അതായിരിക്കുള്ള സംഭവം. എന്തോ സയന്റിഫിക് സംഭവമാണ്, അല്ലാതെ കാര്യമായിട്ടൊന്നുമില്ല. അതെ കുലുകുന്നു. ഈ കമ്പി ഇങ്ങനെ ഇളകുന്ന് പറയണം. അതായത് ഷെയ്ക്ക് എന്ത് ഈ കമ്പി ഇങ്ങനെ ഇളകും. ഒന്ന് കുലിക്ക് കേട്ടോ. ഈ കമ്പി ചെറുതായിട്ട് ഇളകും എന്നാണ് പറയണേ. ഈ കല്ല് എന്തെങ്കിലും ആഗ്രഹം ചോദിച്ച മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്തൊക്കെയാവുന്നാണ് പറയണേ. ഇവിടെ കുറെ പേര് വന്ന് കുലിക്കുന്നുണ്ട്, പൈസ ഒക്കെ ഇടുന്നുണ്ട്. എനിക്കൊന്നും തോന്നിയില്ല കേട്ടാ, എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. ഓരോരോ ഇത് വിശ്വാസം, ഇതൊക്കെ അന്ധവിശ്വാസമാണ്. നമ്മൾ പോകുന്ന റൂട്ടൊക്കെ ചെറുതായിട്ടൊക്കെ സ്നോ വീണിട്ടുണ്ട്. ഇത് സ്നോ വീണിട്ട് മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ശ്രദ്ധിച്ചു പോകണം, ബ്ലാക്ക് ഐസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, മൊത്തത്തിൽ ഐസാണ്. കിട്ടിയില്ല. എന്ത് രസാ നോക്ക്, അടിപൊളി കാണാൻ. എന്ത് അടിപൊളിയാ നോക്കിയേ. നമ്മുടെ വണ്ടി വെറുതെ എന്ത് രസാന്നറിയോ കാണാൻ. വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ്ടോ. തണുപ്പുണ്ട് അത്യാവശ്യത്തിന്. എന്ത് രസാ നോക്ക്, ഐസ്. ഇത് ഫീലാന്നറിയോ. കിട്ടില്ല, ഒന്നും പറയാല്ല കേട്ടോ. ഇത് നമ്മുടെ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഹർബജൻ പ്രോ മൂത്രയ്ക്കാൻ വേണ്ടി പോയിക്കാണ്. അപ്പോൾ അതേ ഇവിടെ ഐസ് ഉണ്ട് കേട്ടോ, മെൽറ്റായിക്കൊണ്ടിരിക്കുന്ന ഐസ്. എന്ത് രസതൊക്കെ. അങ്ങനെ നമ്മള് വീണ്ടും കേറാണ്. വണ്ടി വീണ്ടും വീടാണ്. മൂത്രമൊക്കെ ഒഴിച്ചു സെറ്റായി. കുറച്ചു നേരം ഐസിലേക്കും കളിച്ചു. നമ്മുടെ ഡ്രൈവറായ ഹർബജന് ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ വണ്ടി നിർത്തിയിട്ട് ആള് കഴിക്കാൻ വേണ്ടി പോയിക്കാണ്. ഞങ്ങളിപ്പോൾ എന്തെങ്കിലും ഒന്ന് കഴിക്കാന്ന് വെച്ചിരിക്കുക. വരുന്ന വഴി എൻ്റെ പൊന്നേ റോഡില്ല, ഒന്നില്ല. പിന്നെ ഹിമാചലില് ഒറ്റ ആൾക്കാരില്ലാത്ത റോഡുകളൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളൊന്നപ്പോൾ ഒരു വണ്ടിയും ഉണ്ടായില്ല, ഞങ്ങൾ മാത്രമല്ല ഫോറസ്റ്റിലൂടെ. ഇവിടുന്ന് ഒരു കിട്ടിയില്ല ഓംപ്ലേറ്റ് കഴിച്ചിട്ടോ. അത് ഈ മുട്ട വറുത്തതിൻ്റെ കൂടെ ഒരു ചമ്മന്തിയും കിട്ടും. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു രണ്ടും കൂട്ടി കഴിക്കാൻ. അത് ടേസ്റ്റ് ഉള്ളതേ. രാവിലെ 9 മണിക്ക് തുടങ്ങിയ യാത്ര കേട്ടോ. ഇപ്പൊ 3:15 കഴിഞ്ഞ് 4:15 ഇതുവരെയായിട്ട് സ്ഥലത്തെത്തിയിട്ടില്ല. ഇവിടുത്തെ ഒരു ട്രാഫിക് ജാം നിയന്ത്രിച്ചോണ്ടിരിക്കുക. ഈ വണ്ടി ഇവിടെ കിടക്കണു, അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല. ഒരു വണ്ടിക്ക് പോകാന്നുള്ളൂ. എന്നിട്ടൊക്കെ നോക്ക്, ഇതാണ് ഇവിടുത്തെ ഒരു ട്രാഫിക് ജാം. ഒരു 4-5 വണ്ടിയാണ് ട്രാഫിക് ജാം. ഇതാണ് HP ബസ്സുകൾ കേട്ടോ. ഇതൊക്കെ ഓലൊക്കെ ഉണ്ട്, ഇടിച്ചും പൊളിച്ചൊക്കെ കിടക്കാണ്. നമ്മുടെ വണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. ട്രാഫിക് ബ്ലോക്ക് ഒക്കെ കഴിഞ്ഞു. ഇവിടുന്ന് ഹണി കാര്യങ്ങളെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ 3 വർഷം മുമ്പ് വന്നപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മെഹനുവിനൊരു ഗിഫ്റ്റ് കൊടുത്തു. ഈ പുള്ളിക്കാരി മെഹനുവിനെ ദത്തെടുത്തു എന്ന് തോന്നുന്നു. ഇത് തനേഷ്. ഇത് തനേഷ് ബെസ്റ്റ് ഫ്രണ്ട് ആണ്. അപ്പോൾ സേ ഹായ്. ഹലോ. ഓക്കെ, നാം ജ്യോതി. ഓക്കെ, ബൈ ബൈ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞാൻ ഇപ്പോൾ ഒരു ഗ്രാമത്തിലാണുള്ളത്. ഇന്നലെ നിങ്ങൾ കണ്ടില്ലേ, മണാലിയിൽ നിന്ന് ഞാൻ യാത്ര തിരിച്ചാണ് രാവിലെ 7 മണിക്ക് എത്തിയത്.
രാത്രി 6:30-7 മണി ആയിട്ടോ ഈ ഗ്രാമത്തിൽ. ഫുൾ ഇരുട്ടായിരുന്നു, അതുകൊണ്ടാണ് കാണിക്കാത്ത. ഇത് ടനോട്ട എന്ന് പറഞ്ഞ ഗ്രാമമാണ്. ഈ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. ഈ വീട് എൻ്റെ ഹേമുബയ്യയുടെ വീടാണ്. ഹേമുബയ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹിമാചൽ സുഹൃത്തിന്റെ വീടാണ്. ഈ വീട്ടിൽ എത്ര റൂമുണ്ട് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? ഈ വീട്ടിൽ 7 റൂമുണ്ട് കേട്ടോ. 7 റൂം വലിയ റൂമാണ്. അതാണ് അടുക്കള. ഞാൻ ഹേമുബയ്യയുടെ കുടുംബത്തിനോടൊപ്പമാണ് ഇപ്പൊ താമസിക്കുന്നത്. ഹേമുബയ്യയുടെ കുടുംബത്തിനെ ഞാൻ ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ നോക്കട്ടെ. ഇതാണ് ഹേമുബയ്യയുടെ ഫാമിലി. ഇതാണ് ഹേമുബയ്യയുടെ പാപ്പ. ഇതാണ് ഹേമുബയ്യയുടെ മമ്മി. ഇത് ഹേമുബയ്യയുടെ ബയ്യ. ഇവിടെ ഇരിക്കുകയാണ്. ഇവിടെ നിന്നാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുക. ഇതാണ് ഞങ്ങളുടെ ബാബിജി, ഗുഡി ബാബിജി. ഇതാണ്. അപ്പൊ അദ്വിക്കുട്ടനുണ്ട്. ആൾക്ക് നാം ബോൾ. നാം അദ്വിക്. कैसे हो? ഇതാണ് അദ്വിക്കുട്ടൻ. നിങ്ങൾ ഹിമാചലിലെ ടൂറിസ്റ്റ് ഏരിയ ആയ മണാലി വന്നു കഴിഞ്ഞാൽ ഹിമാചലിലെ റിയൽ കൾച്ചേഴ്സ് ഒന്നും നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. ഹിമാചലിലെ റിയൽ കൾച്ചറിൽ ഒന്ന് പറ്റാണ് തന്തൂർ. അത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് തന്തൂർ റൂം. തന്തൂർ റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ മൊത്തത്തിൽ ചൂടായിരിക്കും. കാരണം ഇവിടെ മൊത്തം തണുപ്പായതുകൊണ്ട് ഇതിന്റെ ഉള്ളിൽ വിറകും കാര്യങ്ങളെല്ലാം ഇട്ടിട്ട് തീ പുകയ്ക്കും. ഇതിന്റെ ചൂട് ഈ റൂമിൽ മൊത്തത്തിലുണ്ടാവും. അങ്ങനെയാണ് ഇവിടെ ആൾക്കാർ നിൽക്കുന്നത്. ഞാൻ പണ്ട് മണാലി വന്നപ്പോ അത്യാവശ്യത്തിന് ഹിമാചൽ കൾച്ചറും അത്യാവശ്യത്തിന് ഹിമാചൽ വീടുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും കാണാനില്ല. മണാലിയിലൊക്കെ ഇപ്പോഴും വൻ സെറ്റപ്പ്. ആ പഴയ കൾച്ചറലായിട്ടുള്ള വീടുകൾ കാര്യങ്ങളൊന്നും ഇല്ല മണാലിയിൽ. ഹിമാചൽ കൾച്ചറൽ അറിയണമെങ്കിൽ ഇതുപോലത്തെ ഗ്രാമപ്രദേശങ്ങളിൽ വന്നാലേ മാത്രം കിട്ടുള്ളൂ. നമസ്തേ. ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഇതുപോലത്തെ സാധനങ്ങൾ, ഭയങ്കര വെയിറ്റ് ഉള്ള സാധനങ്ങൾ തോളത്ത് കയറ്റിയിട്ട് ഈ മലയിൽ കൂടെ ഒക്കെ നടന്നു പോകട്ടോ. ഇവർ അത്രയ്ക്കും എനർജിയും കാര്യങ്ങളാണ് ഇവർക്കുള്ളത്. ഭക്ഷണം കഴിക്കാൻ നിൽക്കുകയാണ്. ഒരു കുടുംബത്തിന്റെ കൂടെ ഇന്നാണ് ഭക്ഷണം കഴിക്കണേ. ഇവിടെ ആലുപൊറോട്ടയും ചായയാണ് രാവിലെ ഉള്ളത്. ഇത് ഒരു കുടുംബമല്ല, ഇതെന്റെ കുടുംബമാണ്. ഇന്നലെ രാത്രിയാണ് നമ്മളിവിടെ എത്തിയത്. ഇന്നലെ രാത്രി എത്തിയിട്ട് ഇവിടുത്തെ ഫാമിലിയുടെ കൂടെ നമ്മൾ സ്പെൻഡ് ചെയ്ത്. മെഹനും എങ്ങനെയുണ്ടായിരുന്നു? അങ്ങനെ ചോദിക്കണ്ടേ, എങ്ങനെയുണ്ടായിരുന്നു ഇന്നലത്തെ? ഇന്നലെ മോള് ഒരു ഡയലോഗ് അറിയില്ല. എന്നിട്ടാ എവിടെയാണ് സ്വർഗം? കാരണം ടെക്നോളജി നമ്മുടെ അവിടെ കുറെ കാര്യങ്ങളുണ്ടെങ്കിലും ഇവരാണ് ശരിക്കും പീസ്ഫുൾ ആയിട്ട് ജീവിക്കണല്ലേ. കിട്ടിയില്ല വീടാണ് കേട്ടോ. അടിപൊളി വീട്. സ്റ്റേ ചെയ്യാൻ അടിപൊളിയാണ്. ഫാമിലിയാണല്ലേ. ഇവിടുന്ന് കാണുന്ന ഒരു വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട് മേനും. പൊളി കേട്ടോ. കിട്ടിയില്ലൻ. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. 2025 എല്ലാം വന്നു. എല്ലാരും തകർക്കാം. അപ്പൊ ഇന്നലത്തെ യാത്ര കുറച്ച് കഠിനമായിരുന്നു അല്ലേ. ഒരു ദിവസം മൊത്തം പോയെ. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഈ ചാലുകുടിയാരുടെ വക ബൈ.